ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സംസ്കൃതിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. UGC-NET എക്സാം 2021 ഡിസംബർ സൈക്കിൾ, അതുപോലെ തന്നെ 2022 ജൂൺ സൈക്കിൾ രണ്ടും കൂടെ മേർജ് ചെയ്തിട്ടുള്ള എക്സാമിനേഷൻ ആയിട്ട് നമുക്ക് ഏപ്രിൽ 30 മുതൽ അപേക്ഷ അയച്ച് തുടങ്ങാവുന്നതാണ്. നമ്മൾ ഇന്നലെ തന്നെ ആ വീഡിയോ ചെയ്തതാണ്. ഏകദേശം NTA വെബ്സൈറ്റിൽ ആ ഒരു വിവരം വന്ന് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപേക്ഷ അയക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെയാണ് അപേക്ഷ അയക്കേണ്ടത്, അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഈ വീഡിയോ മുഴുവനായി കണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നതിന് ശേഷം മാത്രം നിങ്ങൾ ആപ്ലിക്കേഷൻ അയക്കുക. നമുക്ക് കറക്ഷൻ വിൻഡോ ഓപ്പൺ ആണെങ്കിലും ചില കാര്യങ്ങൾ നമുക്ക് ആ സമയത്ത് തിരുത്തുവാൻ സാധിക്കാറില്ല. അതുകൊണ്ട് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപേക്ഷ അയക്കുക. അപേക്ഷ അയക്കാൻ നമുക്ക് ഡേറ്റ് ഉണ്ട്. ഏപ്രിൽ 30 മുതൽ മെയ് 20 വരെ സമയമുണ്ട്. അതുകൊണ്ട് തന്നെ ആരും ധൃതിപ്പെട്ട് അയക്കേണ്ടതില്ല. കാര്യങ്ങൾ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. അതുപോലെ തന്നെ UGC-യുടെ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ വന്നിട്ടില്ല. UGC NTA-NET ഈ ഒരു മേർജ്ഡ് സൈക്കിളിന്റെ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഇതുവരെ വന്നിട്ടില്ല. ആ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമാകും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് നേരെ എങ്ങനെയാണ് അപേക്ഷ അയക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് NTA UGC-NET ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോവുക. വെബ്സൈറ്റിന്റെ അഡ്രസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ UGC-NETന്റെ ഈ ഒരു പേജിലേക്കാണ് എത്തുക. അവിടെ താഴെ ഭാഗത്തായിട്ട് രജിസ്ട്രേഷൻ ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഫോർ UGC-NET ഡിസംബർ 2021 ആൻഡ് ജൂൺ 2022 മേർജ്ഡ് സൈക്കിൾ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു പുതിയ വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അതിന്റെ ലെഫ്റ്റ് സൈഡിൽ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും പുതിയൊരു പേജിലേക്കാണ് എത്തുന്നത്. അവിടെ ഡൗൺലോഡ് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇൻഫർമേഷൻ ബുള്ളറ്റിൻ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ അവർ അപ്ലോഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ലഭ്യമല്ല. നമുക്ക് നേരെ അവരുടെ വെബ്സൈറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെതായ ഒരു വീഡിയോ ചെയ്യാവുന്നതാണ്. അവിടെ പറയുന്നുണ്ട് ഡൗൺലോഡ് ആൻഡ് റീഡ് ദ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ അപേക്ഷ അയക്കാൻ എന്നുള്ളത്. പക്ഷെ അത് നമുക്കിപ്പോൾ ലഭ്യമല്ല. ഫീസിന്റെ കാര്യം നമ്മൾ മനസ്സിലാക്കിയതാണ്. ജനറൽ അൺറിസർവ്ഡ് കാറ്റഗറി 1100 രൂപയാണ്. OBC NCL EWS 550 രൂപയാണ്. SC ST 275 രൂപയാണ്. ഇൻഫർമേഷൻ ബുള്ളറ്റിൻ നൽകിയിരിക്കുന്ന വിവരങ്ങൾ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രമേ അപേക്ഷ അയക്കാൻ പാടുള്ളൂ എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇവിടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ ഫോം ആണ്. നമ്മൾ ആദ്യം രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത്. ഇവിടെ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു സ്റ്റെപ്പിലാണ് നമ്മളുടെ രജിസ്ട്രേഷൻ നമ്പറും നമുക്ക് പാസ്വേഡ് ലഭിക്കുന്നത്. സാധാരണ രീതിയിൽ പുറത്തുപോയ അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങളിൽ നിന്നോ നമ്മൾ അപേക്ഷ അയക്കാറുള്ളത്. ഒത്തിരി സ്റ്റുഡൻസ് അങ്ങനെയാണ് അയക്കാറുള്ളത്. അയക്കുന്ന സമയത്ത് നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇമെയിൽ ഐഡിയും വർക്ക് ചെയ്യുന്ന മൊബൈൽ നമ്പറും കൊടുക്കുക. ഇത് എടുത്തു പറയുന്നത് പിന്നീടുള്ള നിങ്ങൾക്കുള്ള ഇൻഫർമേഷൻ ഒക്കെ വരുന്നത് മെയിൽ വഴിയും ഈ മൊബൈൽ നമ്പർ വഴിയായിരിക്കും. ആ കാര്യം ഓർത്തു വെക്കുക. അതുപോലെ തന്നെ ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന അപേക്ഷ നമ്പറും അവിടെ കൊടുത്തിരിക്കുന്ന പാസ്വേഡും നിങ്ങൾ എഴുതിയെടുത്ത് സൂക്ഷിക്കുക. സാധാരണ രീതിയിൽ ഇതാരും ശ്രദ്ധിക്കാറില്ല. മറ്റ് പല സ്ഥലങ്ങളിൽ പോയി അപേക്ഷിക്കുന്നത് കൊണ്ട് തന്നെ ആ കാര്യം വിട്ടുപോകാറുണ്ട്. അതുകൊണ്ട് അപേക്ഷിക്കുന്ന സമയത്ത് തന്നെ ഈ രണ്ട് കാര്യങ്ങളും നോട്ട് ചെയ്ത് എഴുതിയെടുത്ത് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കുക. നിങ്ങൾ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്കും ഇമെയിലിലേക്കും ഈ ഒരു കാര്യം അപ്പൊ തന്നെ വരണമെന്നില്ല. അതുകൊണ്ടാണ് എഴുതിയെടുത്ത് സൂക്ഷിക്കാൻ പറയുന്നത്. അപേക്ഷിച്ചതിന് ശേഷം പിന്നീട് അങ്ങോട്ട് ഈ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നിങ്ങൾക്ക് ആവശ്യമായി വന്നേക്കാം. ആ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണൽ വിവരങ്ങൾ, എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ്, അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് നൽകാൻ സാധിക്കും. അതിനായിട്ട് നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഉപയോഗിച്ച ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്ത് സ്റ്റെപ്പ് 2ൽ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസും കൊടുക്കാൻ സാധിക്കും. നിങ്ങളുടെ സിഗ്നേച്ചർ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അതിന് കൃത്യമായിട്ട് ഏത് രീതിയിലാണ് വേണ്ടതെന്ന് പറയുന്നുണ്ട്. റീസെന്റ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫ് ആയിരിക്കണം. അത് കളർ ഫോട്ടോ ആയാലോ അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ആയാലോ ഒന്നും കുഴപ്പമില്ല. 80% ഫേസ് കാണുന്ന രീതിയിലായിരിക്കണം. മാസ്ക് ഉണ്ടാവാൻ പാടില്ല. ഏത് ഫോട്ടോ ആയാലും നിങ്ങളുടെ ചെവികൾ കൃത്യമായിട്ട് വിസിബിൾ ആയിരിക്കണം. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ഏതൊരു ഫോട്ടോ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്തും ആ ഒരു ഫോട്ടോയുടെ 1-2 കോപ്പികൾ നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. ഇനി അതല്ല, നിങ്ങൾ ആ ഫോട്ടോ എടുത്ത സ്റ്റുഡിയോയിൽ നിന്നും പിന്നീട് അതിന്റെ പ്രിന്റ് എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. കാരണം ഈ ഒരു ഫോട്ടോ തന്നെയാണ് നമുക്ക് പരീക്ഷ കഴിയുന്നത് വരെ ആവശ്യമായി വരിക. അതുകൊണ്ട് റീസെന്റ് ആയിട്ട് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ അതിന്റെ കോപ്പി പ്രിന്റ് എടുക്കാൻ പറ്റുന്ന രീതിയിൽ സൂക്ഷിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ വർഷവും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സ്റ്റുഡൻസിന് ഉണ്ടാവാറുണ്ട്. കൊടുത്ത ഫോട്ടോ വേറെ ആയിരിക്കും, കയ്യിലുള്ള ഫോട്ടോ വേറൊന്നായിരിക്കും. ഇത് രണ്ടും കൊണ്ട് പരീക്ഷ ഹാളിൽ പോകുന്ന സമയത്ത് അവരോട് സംസാരിക്കേണ്ടി വരും, പ്രൂവ് ചെയ്യേണ്ടി വരും. അതിനൊന്നും നിൽക്കേണ്ട കാര്യമില്ല. ഏതൊരു ഫോട്ടോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് ആ ഫോട്ടോയുടെ 1-2 കോപ്പി നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കുക. ഇനി അതല്ലെങ്കിൽ പ്രിന്റ് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കോപ്പി കൂടെ കയ്യിൽ വെക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക. അപേക്ഷിക്കുമ്പോൾ ഫോട്ടോയുടെയും അതുപോലെ തന്നെ സിഗ്നേച്ചറിന്റെയും അപ്ലോഡ് ചെയ്യേണ്ട ഫോർമാറ്റ് JPG ആണ്. അതിന്റെ സൈസും കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. പക്ഷേ വർഷാവർഷം അപേക്ഷിക്കുമ്പോഴും എന്തെങ്കിലും തെറ്റുകൾ ആരെങ്കിലും വരുത്തും. അപ്പൊ അതുകൊണ്ടാണ് ഇതിങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. അപേക്ഷിക്കുന്ന സമയത്ത് കൂടുതൽ പേർ വരുത്തിയ മിസ്റ്റേക്കുകളാണ് നമ്മളിവിടെ എടുത്തു പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ കാര്യം വ്യക്തമായിട്ട് ശ്രദ്ധിക്കുക.
ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ഒപ്പ്, നിങ്ങളുടെ ഫോട്ടോ കൃത്യമായിട്ട് കൊടുക്കുക. ഒരു രീതിയിലുള്ള കള്ളത്തരങ്ങൾ കാണിക്കരുത് എന്നുള്ളത് പ്രത്യേകം ഇവിടെ എടുത്തു പറയുന്നുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്, കഴിഞ്ഞ പ്രാവശ്യം 1-2 അപേക്ഷകൾ തള്ളിപ്പോയതാണ്. കാരണം ഒപ്പും ഫോട്ടോയും കൃത്യമായിട്ട് വിസിബിൾ അല്ല. ഇവിടെ തന്നിരിക്കുന്ന ഫോർമാറ്റിലല്ല അപ്ലോഡ് ചെയ്തത്. ഇനി ഫോർമാറ്റിലാണെങ്കിൽ കൃത്യമായിട്ട് തെളിഞ്ഞിട്ടില്ല. ഈ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞുകൊണ്ട് ഒത്തിരി അപേക്ഷ കഴിഞ്ഞ തവണ NTA ഒഴിവാക്കിയതാണ്. ആ സമയത്തൊക്കെ നമ്മളെയൊക്കെ അവർ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. NTA-യിലേക്ക് മെയിൽ അയക്കാൻ പറയുക എന്നല്ലാതെ വേറെ നിവൃത്തിയില്ല. അതിന് അവർ ചിലപ്പോൾ റെസ്പോണ്ട് ചെയ്യും, ചിലപ്പോൾ ചെയ്യില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് കാണുന്ന രീതിയിൽ, തെളിയുന്ന രീതിയിൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കി അപേക്ഷ അയക്കുക. ഈ ഒപ്പിന്റെയും ഫോട്ടോയുടെയും കാര്യത്തിലാണ് കൂടുതലായിട്ട് സംശയങ്ങൾ ഉണ്ടാവുന്നത്. അതുകൊണ്ട് ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അപ്ലോഡ് ചെയ്യുക. NTA തന്നെ ആ കാര്യം വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത് അത്തരത്തിലുള്ള തെറ്റുകൾ ഒരുപാട് വരുന്നത് കൊണ്ടാണ്. ഇനി മൂന്നാമത്തെ സ്റ്റേജിലേക്ക് വരുമ്പോൾ നമ്മൾ ആ 2 സ്റ്റെപ്പും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് ബാങ്ക് വഴിയോ ക്രെഡിറ്റ് കാർഡ് വഴിയോ ഡെബിറ്റ് കാർഡ് വഴിയോ അപേക്ഷ ഫീസ് അടക്കുവാൻ സാധിക്കും. മുകളിൽ പറഞ്ഞിരിക്കുന്ന നമ്മൾ പറഞ്ഞ 2 സ്റ്റെപ്പുകൾ കംപ്ലീറ്റ് ചെയ്യാനുള്ള അവസാന തീയതി മെയ് 20 ആണ്. അത്രയും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതിന് മുമ്പേ തന്നെ നിങ്ങൾ അപേക്ഷ ഫീസും കൂടെ അടക്കുക. എന്നിട്ട് ആ ഒരു അപേക്ഷ പ്രോസസ് കംപ്ലീറ്റ് ചെയ്യുക. ഇത്തവണ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇവിടെ പാസ്വേഡിന് ഇമ്പോർട്ടന്റ് കൊടുത്തുകൊണ്ടാണ് ഇത്തവണത്തെ ആപ്ലിക്കേഷൻ ഫോം വന്നിരിക്കുന്നത്. സാധാരണഗതിയിൽ നമുക്ക് ആപ്ലിക്കേഷൻ നമ്പറും നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടെങ്കിൽ അടുത്ത സ്റ്റേജിലേക്ക് നമുക്ക് പോകുവാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ഇത്തവണ പാസ്വേഡിന്റെ കാര്യം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അപേക്ഷ അയക്കുന്ന സമയത്ത് എല്ലാ വർഷവും പാസ്വേഡ് ഉണ്ടാകാറുണ്ട്, അത് നമുക്ക് അവിടെ നിന്ന് നൽകാറുമുണ്ട്. എന്നാൽ നമ്മൾ അത് അത്ര ഇമ്പോർട്ടന്റ് കൊടുക്കാറില്ല. കാരണം നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടെങ്കിൽ ഓപ്പൺ ചെയ്യാൻ സാധിക്കുമായിരുന്നു. അപ്പൊ പാസ്വേഡ് കൃത്യമായിട്ട് ഓർത്തു വെക്കുക. ഏതൊക്കെ രീതിയിലാണ് പാസ്വേഡ് വേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 8 മുതൽ 13 വരെ ക്യാരക്ടർ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഒരു അപ്പർ, ഒരു ലോവർ, ഒരു നമ്പർ, ഒരു സ്പെഷ്യൽ ക്യാരക്ടർ. ഇത്തരം കാര്യങ്ങൾ പാസ്വേഡിൽ ഇൻക്ലൂഡ് ആയിരിക്കണം. പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറും അതുപോലെ തന്നെ രജിസ്റ്റേർഡ് ഇമെയിൽ വഴിയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ തുടക്കത്തിലെ അപേക്ഷ അയക്കുന്ന സമയത്ത് പറഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്ന ഇമെയിൽ ഐഡിയും മൊബൈൽ നമ്പറും കൊടുക്കാൻ ശ്രമിക്കുക. അപേക്ഷ അയച്ചതിന് ശേഷം അതിലേക്ക് വരുന്ന മെയിലുകളും മെസ്സേജുകളും, NTA-യിൽ നിന്ന് വരുന്ന മെയിലുകളും മെസ്സേജുകളും ശ്രദ്ധിക്കുക. കഴിഞ്ഞ തവണ പലർക്കും അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. പലരും അപേക്ഷ അയച്ച് മെയിലൊന്നും ശ്രദ്ധിക്കാതെ വിട്ടതിനാൽ പല കാര്യങ്ങളും അവർക്ക് മിസ്സായിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഫോട്ടോ തെളിയാത്ത വിഷയങ്ങളൊക്കെ ഇത്തരം വിഷയമുണ്ട്, നിങ്ങൾ അത് തിരുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ഒരു ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. മെയിൽ വന്നതൊന്നും ആരും അറിയില്ല, അത് തിരുത്തിയില്ല, അവർക്ക് പരീക്ഷ എഴുതാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ കാര്യം വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഈ പേജിൽ തന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി അതിന്റെ ഡിക്ലറേഷൻ കൂടെ ഇവിടെ കൊടുത്തുകൊണ്ടാണ് നമുക്ക് അടുത്ത ആപ്ലിക്കേഷനിലേക്ക് പ്രൊസീഡ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതൊക്കെ മനസ്സിലായി എന്നുള്ള രീതിയിൽ ക്ലിക്ക് ടു പ്രൊസീഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പൊ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാം. ആപ്ലിക്കേഷൻ അയക്കാനുള്ള പേജിലേക്കാണ് എത്തുന്നത്. അവിടെ ആദ്യം നമ്മൾ നമ്മുടെ പേര് കൊടുക്കുക. കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, നിങ്ങളുടെ പേര് സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണോ യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ കൊടുക്കുക. അടുത്തത് രണ്ടാമത്തത് ഫാദേഴ്സ് നെയിം ആണ്. ആ കാര്യം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ മിസ്റ്റർ, ശ്രീ അങ്ങനെ എന്തെങ്കിലും ചേർത്തിട്ടുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. മദേഴ്സ് നെയിം അതും അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കൊടുക്കുക. അടുത്തത് വരുന്ന ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് കൊടുക്കുക. അടുത്തത് നിങ്ങളുടെ ജെൻഡർ ആണ്, അത് കൃത്യമായിട്ട് കൊടുക്കുക. മെയിൽ, ഫീമെയിൽ, തേർഡ് ജെൻഡർ ആണെങ്കിൽ അത് കൊടുക്കുക. അടുത്തത് ഐഡന്റിറ്റി ടൈപ്പ് ആണ്. അവിടെ നിങ്ങൾക്ക് പാൻ കാർഡ്, പാസ്പോർട്ട്, വോട്ടർ ID, റേഷൻ കാർഡ് വിത്ത് ഫോട്ടോഗ്രാഫ്, ബാങ്ക് പാസ്ബുക്ക് വിത്ത് ഫോട്ടോഗ്രാഫ്, ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ ഇനി അതർ ഗവൺമെന്റ് ഐഡന്റിറ്റി വിത്ത് ഫോട്ടോഗ്രാഫ് ഉള്ളത് കൊടുക്കാൻ സാധിക്കും. അവിടെ ഏത് വേണം എന്നുള്ളത് നിങ്ങളുടെ കയ്യിലുള്ള IDക്ക് അനുസരിച്ച് നിങ്ങൾ കൊടുക്കുക. ഓക്കെ. അടുത്തത് നിങ്ങളുടെ കൃത്യമായിട്ടുള്ള അഡ്രസ് ഡീറ്റെയിൽസ് ആണ്, അതും കൃത്യമായിട്ട് കൊടുക്കുക. കൺട്രി സെലക്ട് ചെയ്യാം, അതുപോലെ തന്നെ സ്റ്റേറ്റ് കൃത്യമായിട്ട് സെലക്ട് ചെയ്യാം, ജില്ല കൃത്യമായിട്ട് കൊടുക്കുക, മാറിപ്പോകരുത്, വളരെ ശ്രദ്ധിക്കുക. പിൻകോഡ് അതുപോലെ തന്നെ കൃത്യമായിട്ട് കൊടുക്കുക. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മറ്റൊരു കാര്യം ഇമെയിൽ അഡ്രസ് ആണ്. ഇമെയിൽ അഡ്രസ് കൃത്യമായിട്ട് പറയുന്നുണ്ട്, വളരെ കെയർഫുൾ ആയിട്ട് ഫില്ല് ചെയ്യുക, മാറിപ്പോകരുത്. സാധാരണഗതിയിൽ നമുക്ക് കൺഫേം ചെയ്യാനൊന്നും വരാറുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ഇമെയിലിനും ഫോൺ നമ്പറിനും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ആ 2 കാര്യങ്ങളും ശ്രദ്ധിക്കുക, ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കുക. കറക്ഷൻ വിൻഡോ ഓപ്പൺ ആകുന്ന സമയത്ത് ഒരു പക്ഷേ നിങ്ങൾക്കിത് ചേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് തന്നെ ഇമെയിൽ ID കൊടുക്കുക. അതുപോലെ തന്നെയാണ് ഫോൺ നമ്പറും കൃത്യമായിട്ട് കൊടുക്കുക. നിങ്ങളുടേതോ നിങ്ങളുടെ പേരൻസിൻ്റെതോ കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വരുന്നതോ NTA-യിൽ നിന്നുള്ള അറിയിപ്പുകൾ വരുന്നതൊക്കെ SMS വഴി ലഭിക്കണമെങ്കിൽ നമ്പർ കൃത്യമായിട്ട് കൊടുത്തിരിക്കണം. അൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു കോൺടാക്ട് നമ്പർ ഇവിടെ കൊടുക്കാവുന്നതാണ്. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ കൊടുത്താൽ മതി. അപ്പോൾ ഇനി അടുത്തത് പെർമനന്റ് അഡ്രസ് ആണ്. അത് നിങ്ങൾ കൊടുത്തിരിക്കുന്നത് സെയിം ആണെങ്കിൽ ആ കാര്യം ഇവിടെ ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. കൃത്യമായിട്ട് ആ അഡ്രസ് അവിടെ വരുന്നതായിരിക്കും. ഇനിയാണ് നമ്മുടെ പാസ്വേഡിലേക്ക് വരുന്നത്. പാസ്വേഡ് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ 8 മുതൽ 13 വരെയുള്ള ക്യാരക്ടർ ഉണ്ടായിരിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞതാണത്. ഒരു ക്യാപിറ്റൽ ലെറ്റർ, ഒരു സ്മോൾ ലെറ്റർ, ഒരു നമ്പർ, ഒരു ക്യാരക്ടർ, അത് കൃത്യമായിട്ട് കൊടുക്കുക. ഓക്കെ. പാസ്വേഡ് കൺഫേം ചെയ്യാം. അതുപോലെ തന്നെ ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ഉണ്ടാവും. അത് നിങ്ങൾക്ക്
എന്ത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അതും മറന്നു പോകരുത്. എന്താണോ കൊടുത്തിരിക്കുന്നത് അത് ഓർമ്മയിൽ വെക്കേണ്ടതാണ്. ഓർമ്മയിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം കൊടുക്കുക. ഫേവറേറ്റ് ബുക്ക് എന്നുള്ളതൊക്കെ കൊടുക്കാം. അതിനുശേഷം സെക്യൂരിറ്റി പിൻ അടിക്കുക, സബ്മിറ്റ് കൊടുക്കുക. നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ എഗ്രി കൊടുത്ത് സബ്മിറ്റ് ആൻഡ് സെൻഡ് OTP എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. നമുക്ക് വരുന്ന പോപ്പപ്പ് ഇവിടെ ക്ലോസ് ചെയ്യാം. ഈ നമ്മൾ കൊടുത്തിരിക്കുന്ന വിവരങ്ങൾ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക, ഓരോന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. തെറ്റുണ്ടെങ്കിൽ എഡിറ്റ് രജിസ്ട്രേഷൻ ഫോം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. വീണ്ടും എന്താണോ തെറ്റ് ആ തെറ്റുകൾ തിരുത്താവുന്നതാണ്. നിങ്ങളുടെ ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി ഇവിടെ പേരിന്റെ ഭാഗത്ത് ടിക്ക് ചെയ്യാം. അത് കറക്റ്റ് ആണെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് ചെക്ക് ചെയ്ത് അവിടെ ക്ലിക്ക് ചെയ്യുക. ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, ജെൻഡർ, അഡ്രസ്, മൊബൈൽ നമ്പർ, ഇമെയിൽ ID. ഇത്രയും ഭാഗം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഗ്രി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. എല്ലാം കറക്റ്റ് ആണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക, സബ്മിറ്റ് ആൻഡ് സെൻഡ് OTP അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് OTP വരും. ആ OTP കൃത്യമായിട്ട് ഇവിടെ കൊടുക്കുക. സബ്മിറ്റ് രജിസ്ട്രേഷൻ ഫോം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി. രജിസ്ട്രേഷൻ ഫോം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ അപ്ലിക്കേഷൻ നമ്പർ ലഭിക്കും. ആ ഒരു അപ്ലിക്കേഷൻ നമ്പർ നമുക്ക് നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് മെസ്സേജ് ആയിട്ടും വരും. അപ്പോൾ ബാക്കി ഭാഗങ്ങൾ നമുക്ക് അപ്പം തന്നെ കംപ്ലീറ്റ് ചെയ്യാം. കംപ്ലീറ്റ് അപ്ലിക്കേഷൻ ഫോം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. അവിടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എന്നുള്ള ഭാഗത്ത് കംപ്ലീറ്റഡ് ആണ്. നമ്മൾ രണ്ടാമത് കൊടുക്കേണ്ടത് പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. പേഴ്സണൽ ഡീറ്റെയിൽസിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി കൊടുത്തത് അവിടെ വന്നിട്ടുണ്ടാവും. അവിടെ നാഷണാലിറ്റി കൊടുക്കുക. ജനറൽ കാറ്റഗറി ആണെങ്കിൽ EWS ആണെങ്കിലൊക്കെ വളരെ കൃത്യമായി ശ്രദ്ധിച്ച് കൊടുക്കുക. PWD ആണെങ്കിൽ അത് കൊടുക്കുക. ഡയബറ്റീസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. കാരണം ഡയബറ്റീസ് പേഷ്യൻസിന് കൃത്യമായിട്ടുള്ള പരിഗണനകൾ പരീക്ഷാ ഹാളിൽ ലഭിക്കുന്നതാണ്. അവർക്ക് കൊണ്ടുപോകാനുള്ള മെഡിസിനും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ ലഭിക്കും. അങ്ങനെ ഡയബറ്റീസ് പേഷ്യന്റ് ആണെങ്കിൽ കൃത്യമായിട്ട് അത് അവിടെ കൊടുക്കുക. ആനുവൽ ഇൻകം കൊടുക്കുക. മൈനോറിറ്റി കമ്മ്യൂണിറ്റി ആണെങ്കിൽ അത് കൊടുക്കുക. കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. മൈനോറിറ്റി കമ്മ്യൂണിറ്റി ആണെങ്കിൽ കൃത്യമായിട്ട് അത് കൊടുക്കുക. ഇനിയാണ് നിങ്ങളുടെ സബ്ജക്റ്റ് കൊടുക്കാനുള്ളത്. സബ്ജക്റ്റ് കൃത്യമായിട്ട് അവിടെ കൊടുക്കുക. സെക്യൂരിറ്റി പിൻ വരുന്നുണ്ട്, ഇത് ടൈപ്പ് ചെയ്യുക. സേവ് ആൻഡ് സബ്മിറ്റ് കൊടുക്കുക. കൺഫേം ചെയ്തതിനു ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. ഇനി അടുത്ത സെക്ഷനാണ് ആധാർ ഡീറ്റെയിൽസ്. ആധാർ ഡീറ്റെയിൽസ് സാധാരണഗതിയിൽ ഉണ്ടാവാറില്ല. ഇവിടെ നിങ്ങൾ ആധാർ കാർഡ് നമ്പർ ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക, സബ്മിറ്റ് കൊടുക്കുക. ഇനി ആധാർ കാർഡ് സബ്മിറ്റ് ചെയ്യാനാണ്. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആധാർ കാർഡിന്റെ ഡീറ്റെയിൽസ് കൊടുത്തുകൊണ്ട് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ആധാർ കാർഡ് നമ്പർ നിങ്ങൾക്ക് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതുമാണ്. ആധാർ കാർഡ് നമ്പർ അടിച്ചതിന് ശേഷം അവിടെ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം. ആധാർ കാർഡ് നമ്പർ കൊടുത്തിരിക്കുന്നത് കൃത്യമാണെന്ന് ഒരിക്കൽ കൂടെ ഉറപ്പുവരുത്തുക. സബ്മിറ്റ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. അടുത്ത സെക്ഷനിലാണ് നമ്മൾ ഏതിനാണ് അപ്ലൈ ചെയ്യുന്നത്. അവിടെ അസിസ്റ്റന്റ് പ്രൊഫസർ ആണെങ്കിൽ അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന് മാത്രം കൊടുക്കുക. JRF ആൻഡ് അസിസ്റ്റന്റ് പ്രൊഫസർ ആണെങ്കിൽ അത് കൊടുക്കുക. പറഞ്ഞിരിക്കുന്ന സൈസിൽ കൃത്യമായിട്ട് ഫോട്ടോവും അതുപോലെ തന്നെ സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഫോട്ടോ അപ്ലോഡ് ആയി കഴിഞ്ഞാൽ അപ്ലോഡഡ് കണ്ടന്റ് വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് കാണാവുന്നതാണ്. അടുത്തത് സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുക. കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന സൈസിൽ തന്നെ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. നമുക്കത് കൃത്യമായിട്ട് അവിടെ സൈസ് ചെയ്യാനും പറ്റും. നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഫോട്ടോ പറഞ്ഞിരിക്കുന്ന ഫോർമാറ്റ് ഏത് ഫോർമാറ്റിലാണ്, ഏത് പിക്സലിലാണ് വേണ്ടതെന്നുള്ള അവിടെ കൃത്യമായിട്ട് പറയും. ആ പിക്സലിൽ കൊടുക്കുക. അത് നമുക്കവിടെ മൈനസ് ചെയ്തിട്ടോ പ്ലസ് ചെയ്തിട്ടോ കൃത്യമാക്കാൻ പറ്റും. അങ്ങനെ കൊടുക്കുക, അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് എന്നുള്ള ഭാഗത്ത് അവിടെയും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫയൽ അവിടെ അപ്ലോഡ് ആവും. അപ്ലോഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. ഓക്കെ കൊടുക്കുക. 2 ഡോക്യുമെന്റ് അപ്ലോഡ് ആയിട്ടുണ്ട്. നേരത്തെ പോലെ തന്നെ സെക്യൂരിറ്റി കീ ടൈപ്പ് ചെയ്യുക. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ഫൈനൽ സബ്മിറ്റ് കൊടുത്തു. അവസാന ഘട്ടത്തിലും കാര്യങ്ങളൊക്കെ കൂടെ ഒന്നുകൂടെ വായിച്ച് മനസ്സിലാക്കി നമുക്ക് ഫൈനൽ സബ്മിറ്റ് കൊടുക്കാൻ സാധിക്കും. കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് ഓരോന്നും കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം എല്ലാ കാര്യങ്ങളും ഓക്കെ ആണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, അവിടെയും നമുക്ക് ഓരോ കാര്യങ്ങൾ ക്ലിക്ക് ചെയ്യാനുണ്ട്. എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് നമ്മുടെ പേര്, ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, കാറ്റഗറി, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആണ് അത്, എക്സാമിനേഷൻ സിറ്റീസ്, എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ്, ഏത് വിഷയത്തിന് വേണ്ടിയിട്ടാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്, ഏതാണ് സബ്ജക്റ്റ്, ഈ കാര്യങ്ങളൊക്കെ തന്നെ ചെക്ക് ചെയ്തു എന്ന് ഒരിക്കൽ കൂടെ ഉറപ്പുവരുത്തി എന്നതിന് ശേഷം എഗ്രി കൊടുക്കുക. ഫൈനൽ സബ്മിറ്റ് കൊടുക്കുക. ആപ്ലിക്കേഷന്റെ ഫൈനൽ സബ്മിറ്റ് കൊടുക്കുക. ഇനി നമുക്കിവിടെ ബാലൻസ് ഉള്ളത് ഫീ പേയ്മെന്റ് ആണ്. അവിടെ നമുക്ക് OBC ആണെങ്കിൽ 550 രൂപയും ജനറൽ കാറ്റഗറി ആണെങ്കിൽ 1000 രൂപയും 1100 രൂപയും SC/ST തേർഡ് ജെൻഡർ ആണെങ്കിൽ PWD 275 രൂപയുമാണ്. നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഫോം ഓക്കെ ആണ്, ആപ്ലിക്കേഷൻ ഫോം കണ്ടു, ഫീ പേയ്മെന്റ് ആണ് ബാലൻസ് ഉള്ളത്. മൊബൈൽ നമ്പർ വെരിഫൈഡ് ആണ്. ഇമെയിൽ ID വെരിഫൈ ചെയ്യണമെങ്കിൽ നമുക്കിവിടെ വെരിഫൈഡ് ഇമെയിൽ ID എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇമെയിൽ ID വെരിഫൈ ചെയ്യാവുന്നതുമാണ്. ഇത്രയും കാര്യങ്ങളാണ് ആപ്ലിക്കേഷനിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ മാത്രമേ അറിയാനുള്ളൂ. ഇനി നമുക്ക് ഇമെയിൽ IDയിൽ എന്തെങ്കിലും വ്യത്യാസം വരികയാണെങ്കിൽ ബാക്ക് ടു ഹോം കൊടുത്തിട്ട് നമുക്കിവിടെ ഇമെയിൽ
ഇമെയിൽ ID ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ തന്നെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതുകൊണ്ടാണ് വെരിഫൈ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യണം എന്ന് പറയുന്നത്. വന്നിരിക്കുന്ന കോഡ് നമ്മൾ അവിടെ അടിച്ചു കൊടുക്കുക. എന്നതിന് ശേഷം വെരിഫൈ കൊടുക്കുക. വെരിഫൈ ആയിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊബൈൽ നമ്പർ വെരിഫൈഡ്, ഇമെയിൽ ID വെരിഫൈഡ്. ഇനി നമുക്ക് കൊടുക്കാനുള്ളത് എക്സാമിനേഷൻ ഫീ ആണ്. അത് പേ എക്സാമിനേഷൻ ഫീ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ഓൺലൈൻ പേയ്മെന്റ് ആണെങ്കിൽ ഓൺലൈൻ പേയ്മെന്റ്, എന്നിട്ട് പ്രൊസീഡ് ടു പേയ്മെന്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ പേയ്മെന്റ് പേജിലേക്ക് എത്തും. അവിടെ നമുക്ക് ഏതൊക്കെ പേയ്മെന്റ് മെത്തേഡ് യൂസ് ചെയ്യാം എന്നുള്ളത് സെലക്ട് ചെയ്ത് പേയ്മെന്റ് ചെയ്യാം. അതോടുകൂടി നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫേം ആവും. ഇത്രയും കാര്യങ്ങളാണ് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. NTA ഭാഗത്തുള്ള ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഇതുവരെ അപ്ലോഡ് ആയിട്ടില്ല. അത് അപ്ലോഡ് ആയി കഴിഞ്ഞാൽ ഇതിൽ പെടാത്ത എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതലായിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സാധാരണഗതിയിൽ ഈ JRFന്റെ ഏജ് ലിമിറ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചേഞ്ച് വരാൻ സാധ്യത ഉണ്ടാവും. ആ കാര്യം നമുക്ക് ഇൻഫർമേഷൻ ബുള്ളറ്റിൽ നിന്ന് മനസ്സിലാക്കാം. ഇത്രയും കാര്യങ്ങളാണ് ആപ്ലിക്കേഷൻ ഫോമുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ കോഴ്സുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. അതിനായിട്ട് വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്തോ വിളിച്ചോ നിങ്ങൾക്ക് കാര്യങ്ങൾ അന്വേഷിക്കാവുന്നതാണ്. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സ്റ്റഡിയിങ്. സ്റ്റേ സേഫ്.